എവിടെ എല്ലാവരും? ഇവിടെ ശ്രുതിയാണ് കേട്ടോ. ഇന്ന് വൈകുന്നേരം ജോലിയൊക്കെ കഴിഞ്ഞ് ഒരു 5:30-6 മണിയായപ്പോഴേക്കും ഞാനും കുട്ടികളും അപ്പൂൻ്റെ അച്ഛനും കൂടെ വീടിൻ്റെ തൊട്ടടുക്കിലുള്ള ഒരു പാർക്കിൽ വന്നതാണ്. ഒരു കുഞ്ഞു പാർക്കാണ്. ആദ്യം നമ്മൾ വേറൊരു വലിയ പാർക്കിൽ പോകാനൊക്കെയാണ് ഇറങ്ങിയത്. പക്ഷേ അവിടെ ചെന്നപ്പോഴേക്കും അത് ക്ലോസ്ഡ് ആയിരുന്നു. കുറച്ച് ദിവസമായിട്ട് രണ്ടുപേരും എന്നോട് ചോദിച്ചുകൊണ്ടിരിക്കുകയാണ്, അമ്മ വൈകുന്നേരം പാർക്കിൽ പോവാം അമ്മയുടെ ജോലി കഴിഞ്ഞിട്ടെന്ന്. പക്ഷേ പറ്റിയില്ല. എനിക്ക് പറ്റുമ്പോഴൊക്കെ ഞാൻ അവരെ ഇങ്ങനെ കൊണ്ടുവരാറുണ്ട്. ഒന്നാമത് ഇവിടെ നമുക്ക് സമ്മർ ടൈം അല്ലെങ്കിൽ ഇതുപോലെ സ്പ്രിങ് സമ്മറൊക്കെ കിട്ടണ സമയം ഒരു 6 മാസം ഉണ്ടാവുള്ളൂ വർഷത്തിൽ. അപ്പോൾ വെതറും നല്ലതായിരിക്കും. പിന്നെ വെട്ടം ഉണ്ടാവും ഒരു 8 മണി 9 മണി വരെയൊക്കെ രാത്രിയിൽ. അത് കഴിഞ്ഞിട്ടേ സൂര്യാസ്തമനം ഉണ്ടാവത്തുള്ളൂ. അപ്പോൾ പറ്റുമ്പോഴൊക്കെ അവരെയും കൊണ്ട് ഞാൻ ഇതുപോലെ പല പല സ്ഥലങ്ങളിൽ കൊണ്ടുപോകാറുണ്ട്. ഇതിപ്പോൾ നമ്മുടെ വീടിൻ്റെ അവിടെ നിന്ന് ഒരു 1 കിലോമീറ്റർ അടുത്തുള്ള ഒരു പാർക്കാണ്. അപ്പോൾ ഒരാഴ്ചത്തേക്ക് ബിസിനസ് ട്രിപ്പിലാണ്. അപ്പോൾ അതുകൊണ്ട് ഞങ്ങൾ 4 പേരും കൂടിയാണ് വന്നത്. ഇവിടെ എപ്പോഴും എല്ലാ നൈബർഹുഡിലും കാണും ഇങ്ങനെ 1-2 കുഞ്ഞു കുഞ്ഞു പാർക്കുകൾ. കഴിഞ്ഞ പ്രാവശ്യം ഇവിടെ വന്ന സമയത്ത് അവർക്ക് ഈ സ്വിങ്ങിൽ കയറാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. ഒരുപാട് ട്രൈ ചെയ്തെങ്കിലും പറ്റുന്നുണ്ടായിരുന്നില്ല. അപ്പോൾ ഇന്നിപ്പോൾ അത് പഠിച്ചിട്ടുണ്ട്. സ്കൂളിൽ നിന്ന് അത് ചെയ്യാൻ ഞങ്ങൾ പഠിച്ചു എന്നുകൊണ്ട് എന്നെ കാണിച്ചു തരാണ്. അമ്മ നോക്ക് എന്ന് പറഞ്ഞിട്ട് പഠിച്ചത് കാണിച്ചു തരികയാണ്. ഞാൻ എപ്പോഴും വിചാരിക്കും, ഇവിടെയൊക്കെ സ്കൂളിലാണെങ്കിലും പേരൻസ് ആണെങ്കിലും പിള്ളേർ ഇതുപോലെയുള്ള കുറച്ച് അഡ്വഞ്ചറസ് ആയിട്ടുള്ള കാര്യങ്ങൾ, ഇതിപ്പോൾ അഡ്വഞ്ചറസ് ആണോ എന്ന് എനിക്കറിയത്തില്ല, പക്ഷേ ഇങ്ങനെയൊക്കെ ഉള്ളത് ചെയ്യാനായിട്ട് ഭയങ്കരമായിട്ട് പ്രോത്സാഹിപ്പിക്കാറുണ്ട്. എനിക്ക് ഓർമ്മയുണ്ട്, എൻ്റെ കുഞ്ഞിലെയൊക്കെ നമ്മളൊരു മേശയുടെ പുറത്ത് കയറിയാലോ ഒരു 2 സ്റ്റെപ്പിൻ്റെ പൊക്കത്ത് കയറിയാലോ ഒക്കെ അച്ഛനും അമ്മയും പറയും, അയ്യോ ഇറങ്ങ്, താഴെ ഇറങ്ങ്, വീഴും. അതെൻ്റെ വീട്ടിൽ മാത്രമായിരുന്നു എന്ന് എനിക്കറിയത്തില്ല. പക്ഷെ നമ്മുടെ നാട്ടിൽ പൊതുവെ അങ്ങനെയാണല്ലോ, വീഴും എന്നുള്ളൊരു പേടി നമുക്കുള്ളതുകൊണ്ട് ഇപ്പോഴും ഒരു സ്റ്റൂളിൻ്റെ പൊക്കത്ത് കയറാൻ നമുക്ക് ചെറിയൊരു പേടിയാണ്. ഇവിടെ അങ്ങനെയല്ല. ഞാനും അതുകൊണ്ട് അവരെ അങ്ങനെ തന്നെ എല്ലാം ട്രൈ ചെയ്യാനും, ഒരു പ്രാവശ്യം പറ്റിയില്ലെങ്കിൽ പിന്നെയും ട്രൈ ചെയ്യുമെന്ന് പറയും. വീഴുമെന്ന് കരുതി ഞാനങ്ങനെ പേടിച്ചിരിക്കാൻ പറയാറില്ല. നമ്മളങ്ങനെ എല്ലാം പേടിച്ചാൽ പറ്റത്തില്ലല്ലോ. എനിക്ക് ട്വിൻസാണ്. 6.5 വയസ്സായി 2 പേർക്കും. വേദ, ശ്രേഷ്ഠ എന്നാണ് പേര്. വേറെ ആരും ഇല്ലെങ്കിലും അവർ 2 പേരും ഉള്ളതുകൊണ്ട് അവർക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും ഇതുപോലെ കളിക്കാൻ പറ്റും. പക്ഷെ എന്നാലും ആരെങ്കിലും ഒരാൾ എക്സ്ട്രാ ഉള്ളത് അവർക്ക് ഭയങ്കര സന്തോഷമാണ്. എപ്പോഴും ഫ്രണ്ട്സിൻ്റെ കൂടെ പ്ലേ ഡേറ്റിനും അതിനുമൊക്കെ ഭയങ്കര താല്പര്യമാണ് പോകാനായിട്ട്. കളിച്ചൊന്നും അടുത്ത് കഴിഞ്ഞപ്പോഴത്തേക്കും 2 പേരും അടുത്ത പ്ലാനുമായിട്ട് വന്നു. കുറച്ചിതാ ആ പുല്ലുകളിലൊക്കെ കുഞ്ഞു കുഞ്ഞു വെള്ള പൂക്കളുണ്ട്. അപ്പോൾ എന്നോട് പറയണം, അമ്മ നമ്മൾ ഓണത്തിന് അത്തപ്പൂ ഇട്ടതുപോലെ നമുക്ക് അവിടെ പൂക്കളിടാൻ ഞങ്ങൾ 2 പേരും. അമ്മ പറയണം ആരുടെ ഡിസൈനാണ് നല്ലതെന്ന്. അങ്ങനെ 2 പേരും കുറേ പൂക്കളൊക്കെ എടുത്ത് ഒരു ഡിസൈനൊക്കെ ഉണ്ടാക്കി. ഞാൻ അതിൽ നല്ലത് നോക്കി ഇന്നാളുടെയാണ് നല്ലതെന്നൊക്കെ പറഞ്ഞു. അതിൻ്റെ ഫോട്ടോ എടുക്കാൻ ഞാൻ മറന്നുപോയി. അങ്ങനെ പിന്നെ 1-2 ഫോട്ടോയൊക്കെ എടുത്ത് ഒരു 8 മണി കഴിഞ്ഞപ്പോഴേക്കും ഞങ്ങൾ ഹാപ്പി ആയിട്ട് വീട്ടിൽ പോയി.